ഫലത്താലല്ലോ വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. അപ്പൊ നമ്മൾ കർത്താവിൽ റൂട്ടഡ് ആണെങ്കിൽ കാട്ടുമുന്തിരിങ്ങ അല്ല, നല്ല മുന്തിരിങ്ങ കാച്ചിരിക്കും. കാട്ടുമുന്തിരിങ്ങ ജനത്തെ തകർക്കുമ്പോൾ, പൊല്യൂട്ട് ചെയ്യുമ്പോൾ, ദൈവത്തിൽ നിന്ന്, യേശു അപ്പച്ചനിൽ നിന്ന് അകറ്റുമ്പോൾ, നല്ല ഫലം കായ്ക്കുമ്പോൾ ആ ഫലം ദൈവജനത്തിന് അനുഗ്രഹമാകും. അത് ഓരോ വ്യക്തിയിലും ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. ദേവദാസിൻ്റെ ഈ ഫ്രൂട്ട്ഫുൾനെസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് ഒരു കർത്താവ് പറഞ്ഞ ഒരു കാര്യം, പ്ലീസ്. ഈ എന്തോ ഒരു ഫേസ് തുടങ്ങാൻ പോവാ. ഫേസ് PHASE, ഘട്ടം, ഒരു പുതിയ ഘട്ടം ആരംഭിക്കാൻ പോവാ. അപ്പോൾ എപ്പോഴും ഒരു ഘട്ടം ആരംഭിക്കുമ്പോൾ ദൈവം പുതിയ ഫേസിനെ എഴുന്നേൽപ്പിക്കും. FACE, ഫേസ്. അല്ലെങ്കിൽ നമ്മൾ ദൈവം ഒരു പുതിയ ഫേസ് കൊണ്ടുവരും. ഓക്കെ. ഉദാഹരണം, മരുഭൂമിയുടെ ഘട്ടം കഴിഞ്ഞു, ഒരു കനാന്റെ ഘട്ടത്തിലേക്ക് കയറുമ്പോൾ യോശുവ എന്ന് പറയുന്ന ഒരു പുതിയ ഫേസിനെയാണ് കർത്താവ് എഴുന്നേൽപ്പിച്ചത്. യേശു പോലും മറൂബമലയിൽ കർത്താവിൻ്റെ ആക്ച്വൽ മിനിസ്ട്രിയിലേക്ക് കയറാൻ പോകുന്നതിന് മുമ്പ് പിതാവ് യേശുവിൻ്റെ ഫേസ് മാറ്റി, മുഖം മാറി, വസ്ത്രം മാറ്റി. ജോസഫിനെ പഠിക്കുമ്പോൾ ജോസഫ് കാരാഗ്രഹത്തിൽ നിന്ന് തൻ്റെ പൊസിഷനിലോട്ട് കയറുമ്പോൾ, പ്രധാനമന്ത്രിയുടെ പൊസിഷനിലോട്ട് കയറുമ്പോൾ രാജാവ് വിളിച്ച് തൻ്റെ ഫേസ് മാറ്റി, ഫേസ് മാറ്റി, വസ്ത്രം മാറ്റി. അപ്പം ഈജിപ്തിൽ ഒരു ഘട്ടം ആരംഭിക്കാൻ പോവാ. ഈ ജോസഫിന്റെ ഫാമിലിയുടെ തന്നെ ഒരു ഘട്ടം മാറാൻ പോവാ. ഒരു ഷിഫ്റ്റ് നടക്കാൻ പോവാ. അവര് കനാനിൽ നിന്ന് ഈജിപ്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോവാ. എല്ലാം ഹിസ്റ്ററി പുതിയ നിയമം ആരംഭിക്കുമ്പോഴേക്കും ഒരു പുരോഹിതന്റെ ഫേസ് എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്ത് ഒരു പ്രവാചകന്റെ ഫേസായി ജസ്റ്റ് റിവേഴ്സ്. അതെ, യോഹന്നാൻ സ്നാപകൻ തിരിഞ്ഞു. ജോസഫിനെ അങ്ങനെ കൊണ്ടുവന്നു, യോശുവയെ കൊണ്ടുവരുന്നു. യേശു പോലും ആ ഫേസിലോട്ട് കയറാൻ, ആ പുതിയൊരു ഘട്ടത്തിലേക്ക് കയറാൻ പോകും.